ഗൈസ് വെൽക്കം ബാക്ക് എന്നൊന്നും ഞാൻ പറയണില്ലടാ. വേണം നമുക്ക് എന്താ ഒരുമിച്ചിരുന്ന് പഠിക്കാടാ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താ, റൊട്ടേഷൻ മോഷൻ വന്ന് കണ്ടിട്ടുള്ള വരാൻ സാധ്യതയുള്ള കംപ്ലീറ്റ്ലി ഈച്ച് എവരി ടോപ്പിക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ എങ്ങനെ എടുക്കണം, ആദ്യം നിങ്ങൾ റൊട്ടേഷൻ മോഷൻ കംപ്ലീറ്റ്ലി പഠിച്ചിട്ട് നിങ്ങൾ എന്താക്കണം, ഇതിലേക്ക് വരണം. അല്ലാതെ ഇത് ഞാനൊരു സാധാരണ എടുക്കുന്ന പോലത്തെ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻഡ് വീഡിയോ അല്ല, കംപ്ലീറ്റ്ലി എക്സാം ഫ്രണ്ട്ലി വീഡിയോ. സോ ഞാൻ ഈ ഓരോ ടേം എന്താണെന്നൊന്നും ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല, എന്നെ കൊണ്ട് ആവണ പോലെ ഞാൻ ചെയ്തു തരും. ബട്ട് നിങ്ങൾ എന്താക്കുക, ആ പഠിച്ചതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആവും. ഈ എക്സാമിന് ഭയങ്കര യൂസ്ഫുൾ ആവും. അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല എന്നല്ല, അതിലുള്ള കംപ്ലീറ്റ്ലി ബെനിഫിറ്റ് കിട്ടത്തില്ല. സോ നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം, നല്ലോണം ഇതിൽ നിന്ന് സ്കോർ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കുക. അതിൻ്റെ നോട്ടൊക്കെ എഴുതി വന്നതിന് ശേഷം എന്താക്കുക, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പേപ്പർ പെൻ എടുക്കുക, വെള്ളം എടുത്ത് വെക്കുക. ഞാൻ എപ്പോഴും പറയാൻ പോലെ എന്താക്കുക, സ്വന്തമായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഞാൻ എടുക്കുമ്പോൾ തന്നെ പോസ് ചെയ്യുക, എന്നിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താക്കുക, പോസ് മാറ്റിയിട്ട് എൻ്റെ കൂടെ ഒപ്പം ചെയ്യുക. സോ നമുക്ക് എന്താക്കുക, വീഡിയോയിലേക്ക് പോവാം. കൂടുതൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട. എളുപ്പമുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു പറഞ്ഞ ചാപ്റ്ററാണ്, ബട്ട് എളുപ്പമാണ്, നമുക്ക് ഈസി ടു സ്കോറാണ്. സോ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് എന്താക്കടാ, എൻ്റെ കൂടെ ഒപ്പം ഒരു ശ്വാസം എടുത്തേ, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആട്ടെ. ശ്വാസം എടുത്തോളെ, എടുക്കണേടാ. 1 2 ഹോൾഡ് 3. സോ നമുക്ക് എന്താ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം തന്നെ 1 മാർക്കിന്റെ ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് കോൾഡ്. ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L, ടൈം റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dl/dt. ഇതെന്തായിരുന്നടാ, dl/dt ഈക്വൽ ടു എന്തായിരുന്നു, എളുപ്പം ടോർക്ക്. സോ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക്. 1 മാർക്ക് കിട്ടിയില്ലേ, സിമ്പിൾ അല്ലേ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇൻ പ്യുവർ റൊട്ടേഷൻ ഓൾ പാർട്ടിക്കിൾ ഓഫ് ബോഡി ഹാവ് സെയിം എന്ന് പറഞ്ഞാൽ പ്യുവർ റൊട്ടേഷൻ്റെ അകത്ത് എല്ലാത്തിനും സെയിം ആയിരിക്കുന്നത് എന്താണ്. അതിന് ആദ്യം പ്യുവർ റൊട്ടേഷൻ ആണെന്ന് എന്താണെന്ന് അറിയാമല്ലോ. പ്യുവർ റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ പ്യുവർ റൊട്ടേഷൻ ഓൾ പാർട്ടിക്കിൾ മൂവ് ഇൻ എ സർക്കുലർ പാത്ത് ആയിരിക്കും വിത്ത് ഡിഫറെന്റ് വെലോസിറ്റി ബട്ട് സെയിം ആംഗുലർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൽക്കാലത്തേക്ക് എന്തെടുക്കുന്നു, ഒരു റിജിഡ് ബോഡി എടുക്കുന്നു. എടുത്തോ, കുഴപ്പമില്ല. ഈ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അതിന് പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ മുകളിൽ കുറിച്ച് തമ്മിൽ ഡിസ്റ്റൻസ് മാറത്തില്ല. അതിനാണ് പെർഫെക്റ്റ്ലി റിജിഡ് ബോഡി എന്ന് പറയുന്നത്. ബട്ട് ഐഡിയൽ പെർഫെക്റ്റ്ലി റിജിഡ് ബോഡീസ് ഒന്നും നമുക്കില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെണ്ണൊക്കെ ഒരു റിജിഡ് ബോഡി ആയിട്ട് എടുക്കാറുണ്ട്. സോ ഇങ്ങനത്തെ ഒരു റിജിഡ് ബോഡി എടുത്ത് അതിനെ നമ്മൾ എന്താക്കി, ഒരു ഇതിലേക്ക് വെച്ചു, ഒരു ആക്സിസിൽ വെച്ചു, അതിനെ റൊട്ടേറ്റ് ചെയ്യിച്ചു. സോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈച്ച് മോളിക്യൂൾസ് എന്താവുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യണില്ലേ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ, ഈച്ച് മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഈച്ച് മോളിക്യൂൾസ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്തിലായിരിക്കും എന്നറിയാം നിങ്ങൾക്ക്, ഇതിൻ്റെ ഒക്കെ ആംഗുലാർ സ്പീഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ബട്ട് ഈ ആംഗുലാർ സ്പീഡ് സെയിം ആയിരിക്കും, ബട്ട് ഈ ഓരോന്നിൻ്റെയും വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതെങ്ങനെ സാർ ഇതിൻ്റെ വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ പാർട്ടിക്കിള് ഈ ഒരു പാർട്ടിക്കിളിനെ ഞാൻ ഇവിടെ വരച്ചു, അത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി. ഈ പാർട്ടിക്കിൾ നമ്മൾ വരച്ചു, റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി. ഈ പാർട്ടിക്കിൾ നമ്മൾ വരച്ചു, റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി. ഈ പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പാർട്ടികളൊക്കെ തിരിച്ചെത്തുന്നത് സെയിം ടൈം തന്നെ ആയിരിക്കുമല്ലോ. കാരണം കറങ്ങുമ്പോൾ ഇങ്ങനെ കറങ്ങി സെയിം ടൈം തന്നെ ആയിരിക്കും ഇവിടെ എത്തുന്നുണ്ടാവും. ബട്ട് അത് സഞ്ചരിച്ച ദൂരം നോക്കി നിങ്ങൾ, ഇത് ഇത്രയും ദൂരം സഞ്ചരിച്ചു, ഇത് ഇത്രയും ദൂരം സഞ്ചരിച്ചു, ഇത് ഇത്രയും ദൂരം സഞ്ചരിച്ചു, ഇത് ഇത്രയും ദൂരം സഞ്ചരിച്ചു. സോ അത്രയും ദൂരം ഒരേ ടൈമിൽ സഞ്ചരിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ലേ. സോ ഇതിനൊക്കെ വെലോസിറ്റി സ്പീഡ് സഞ്ചരിച്ചാൽ മാത്രമല്ലേ സെയിം ടൈമിൽ തന്നെ അതിൻ്റെ കൂടെ ഒപ്പം എത്താൻ പറ്റൂ. സോ ഇങ്ങനെ അറ്റത്തുള്ള സാധനങ്ങൾക്കൊക്കെ എന്തായിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും. ഉള്ളോട്ട് പോകുന്നതോറും സ്പീഡ് കുറഞ്ഞു വരും. ഇതിനെയാണ് എന്ത് പറയുക, പ്യുവർ റൊട്ടേഷൻ എന്ന് പറയാം. സോ ഇൻ പ്യുവർ റൊട്ടേഷൻ ഓൾ പാർട്ടിക്കിൾ മൂവ് വിത്ത് എ സർക്കുലർ പാത്തിലാണ് പോവുക വിത്ത് ഡിഫറെന്റ് വെലോസിറ്റി. ഓരോന്നിന്റെ വെലോസിറ്റി ഡിഫറെന്റ് ആയിരിക്കും, അതെന്താ ഞാൻ പറഞ്ഞു. ബട്ട് അതിന്റെ ആംഗുലാർ സ്പീഡ് സെയിം ആയിരിക്കും. സോ ഇൻ പ്യുവർ റൊട്ടേഷൻ പാർട്ടിക്കിൾ ബോഡി ഹാവ് സെയിം എന്താ, ആംഗുലാർ സ്പീഡ്. വീണ്ടും 1 മാർക്ക് കിട്ടിയില്ലേ, സിമ്പിൾ. ഇതെന്താന്ന് ഞാൻ ഇനിയിപ്പോ പ്യുവർ റൊട്ടേഷൻ എന്താന്ന് ചോദിച്ചാൽ എഴുതി കൂടെ, വീണ്ടും സിമ്പിൾ. സോ ആംഗുലാർ സ്പീഡ്. അടുത്ത എന്താ, മൊമെന്റ് ഓഫ് എ ലീനിയർ മൊമെന്റം ഈസ് കോൾഡ്. ഈ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിന്റെ എന്താ പറയുക, ടേണിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ടേണിംഗ് എഫക്ട് അബൌട്ട് എ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, മൊമെന്റ് എന്ന് പറയുക. അത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. സോ ടേണിംഗ് എഫക്ട് അബൌട്ട് എ പോയിന്റ് ലീനിയർ മൊമെന്റ് ഈസ് കോൾഡ് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ മോഷന്റെ അകത്ത് ലീനിയർ മൊമെന്റത്തിന്റെ ടേം എന്താണ് വരിക, സിമ്പിൾ ആംഗുലാർ മൊമെന്റം. വീണ്ടും എന്തായി, സിമ്പിൾ ആയിട്ട് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, മൊമെന്റ് ഓഫ് എ ഫോഴ്സ് ഈസ് കോൾഡ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാവുക പറയാ, വാട്ട് ഈസ് ദ റൊട്ടേഷണൽ ഇക്വലൻസ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ മോഷനിൽ നമ്മൾ ഫോഴ്സ് ആയിട്ട് എടുക്കുക, റൊട്ടേഷൻ മോഷനിൽ അതിന് എന്തായിട്ട് എടുക്കുക, ഫോഴ്സിന് പകരം ടോർക്കായിട്ട് എടുക്കുക. നിങ്ങൾ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഇത് നിങ്ങൾ ഇപ്പം ഇങ്ങനെ തന്നെ പഠിക്കുക. ലാസ്റ്റ് ഞാൻ എന്താക്കുന്നുണ്ട്, ഒരു ടാബുലാർ കോളം എടുത്തിട്ട് എല്ലാം വൃത്തിക്ക് എഴുതി തരുന്നുണ്ട്. സോ ട്രാൻസ്ലേഷൻ മോഷനിലും റൊട്ടേഷൻ മോഷൻ്റെ അകത്ത് വരുന്ന ഓരോ ടേംസും നമ്മൾ അതിൽ എഴുതുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കൂടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ, യൂണിറ്റ്സ് ഓഫ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റം ഈസ് കോൾഡ്. സിമ്പിൾ അല്ലേ, ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു,
ആർ കോസ് എഫ്. സോ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, അതിൻ്റെ യൂണിറ്റ് എന്താ മീറ്റർ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇതിനൊന്നുകൂടി വൃത്തി കയറി കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ കിട്ടും. സിമ്പിൾ. അടുത്ത എന്താ ആംഗുലാർ മൂവ്മെന്റ്. ആംഗുലാർ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്താ ആർ ക്രോസ് പി ആണ്. നമ്മൾ അതായത് പറഞ്ഞത് നിങ്ങൾ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം വരണം. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എം ബി ആണ് അല്ലേ. മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ലീനിയർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എം ബി ആണ്, മാസിന്റെ വെലോസിറ്റി ആണ്. സോ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, അതിന്റെ യൂണിറ്റ് മീറ്റർ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വി എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ യൂണിറ്റ്. സോ കിലോഗ്രാം മീറ്റർ, എം ഇൻറ്റു എം എന്താ പറയുക മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതാണ് എന്തിന്റെ യൂണിറ്റ് ആംഗുലർ മൊമെന്റത്തിന്റെ യൂണിറ്റ്. വീണ്ടും കിട്ടിയ ഒരു മാർക്ക്. സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൊട്ടേഷൻ മോഷനിൽ മാസിന്റെ ടേം എന്താ എടുക്കാന്ന് അറിയാം നിങ്ങൾ എളുപ്പത്തിലാ. എന്താ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്താക്കുക ക്വസ്റ്റ്യൻ പോലെ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കുക. ഇനി ഇതൊക്കെ ഞാൻ കമ്പയർ ചെയ്യുന്ന ലാസ്റ്റ് കോൾ എടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ. എക്സ്പ്ലെയിൻ ദ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ. മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റൊട്ടേഷൻ ആക്സിസ് കൺസിഡർ ചെയ്തു, അതിൽ നിന്ന് 6 ഡിസ്റ്റൻസ് അകലെ നമ്മൾ എം മാസുള്ള സാധനം വെച്ചു, അത് കറക്കി. അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ അഥവാ ഐ എന്ന് പറഞ്ഞ ടേം എന്തായിരിക്കും എന്നറിയാം നിങ്ങൾക്ക്. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. അതിന്റെ യൂണിറ്റ് എന്താ വരിക എമ്മിന്റെ യൂണിറ്റ് കിലോഗ്രാം, ആറിന്റെ യൂണിറ്റ് മീറ്റർ. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ. സിമ്പിൾ അല്ലേ. സോ ഇതിന്റെ ടേം നിങ്ങൾ നോക്കിയേ, ഇവിടെ ഏതെങ്കിലും വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ടോ? സോ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് അതെന്താ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് എന്ന് പറയാം. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ ഓൾറെഡി നമ്മൾ പഠിച്ചല്ലോ ഇറ്റ് ഈസ് എ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് എന്ന് എഴുതാം. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 2 മാർക്കിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മാർക്കിന് പോരൂല്ലേ. സോ നിങ്ങൾ എന്താക്കുക ഇത് വൃത്തിക്ക് ചെയ്താൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇനി എന്താക്കുക കുറച്ച് ലെവൽ കൂടി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അടുത്ത ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്താ വിവിധ തരം ഷേപ്പ്, അതിന്റെ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ. ഇത് ആൾക്കാർ പറയും ബൈഹാർട്ട് പഠിക്കാൻ ഭയങ്കര ടഫാണ്, ഇക്വേഷൻ ഇങ്ങോട്ട് മാറിപ്പോകുന്നത്. നമ്മൾ എന്താക്കും മനസ്സിലാക്കി ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കും, എളുപ്പമാണ്. എന്താ ഫസ്റ്റ് സാധനം തിൻ സർക്കുലർ റിംഗ് വിത്ത് റേഡിയസ് ആർ. ഇതൊരു സർക്കുലർ റിംഗ് ആണ്, അതിന്റെ റേഡിയസ് ആർ ആണ്. ബട്ട് ഞാൻ പറഞ്ഞു മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒരു ആക്സിസിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന് മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാകുന്നത്. സോ ഇതിനെന്താക്കുക പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഇതാണ് ആ റിംഗിന്റെ, ഇത് റിംഗ് ഇങ്ങനെയാണ് കിടത്തിയാണ് വെച്ചത്, അതിന്റെ പ്ലെയിൻ എന്താ ഇതാണ്. സോ അതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇതാണ് അതിന്റെ റേഡിയസ് ആർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഇക്വേഷൻ എന്താണെന്ന് അറിയാം നിങ്ങൾ. സാധാരണ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഇക്വേഷൻ എന്താണ് എം ആർ സ്ക്വയർ. ഇതാണ് അതിന്റെ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഇക്വേഷൻ. അത് പഠിച്ചല്ലോ. അടുത്ത രണ്ടാമത്തത് ഇതേ സർക്കുലർ റിംഗിന് എന്ത് ചെയ്യുന്നു ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡയമീറ്റർ. ആദ്യം സർക്കുലർ റിംഗ് ഇങ്ങനെയാ കറങ്ങിയെങ്കിൽ രണ്ടാമത് സർക്കുലർ റിംഗ് കറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഉണ്ടല്ലോ അതിന്റെ ഡയമീറ്ററിനാണ് ഇങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. മറ്റേത് ആ സർക്കുലർ റിംഗിന് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇത് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ആദ്യം ആ റിംഗിന്റെ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യനേക്കാളും ഡയമീറ്ററിലേക്ക് പോകുമ്പോൾ പകുതിയാകും. ഇത് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഒരു കുഴപ്പമില്ല. അടുത്തെന്താ സർക്കുലർ ഡിസ്ക് വിത്ത് റേഡിയസ് ആർ. ഇത് ഡിസ്ക് നമ്മൾ പണ്ട് മറ്റേ സ്പോർട്സിന് എറിയുന്ന ഡിസ്ക് ഇല്ലേ, അത് തന്നെയാണ് ഈ സർക്കുലർ ഡിസ്ക്. അതിന്റെ റേഡിയസ് എന്താ ആറാണ്. ബട്ട് അതെന്താ ഇപ്പോൾ കറങ്ങണത് ഈ പെർപെൻഡിക്കുലർ ആക്സിസ് ആയിട്ടാ. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വരിക സിമിലർ ടു എന്താ ഈ ഡയമീറ്ററിലൂടെ കറങ്ങുന്ന ഡിസ്കിൻ്റെതാണെന്ന് എന്താക്കുക കണക്കാക്കുക. ഇത് ഈ സിമിലർ ടു ഈ മുകളത്തെയാണ് കണക്കാക്കി കഴിഞ്ഞാൽ അതും മറന്നു പോവോ? ഇല്ല. അടുത്ത എന്താ ഇതേ സർക്കുലർ ഡിസ്ക് എന്താക്കുന്നത് ഡയമീറ്ററിന്റെ സെയിം റിംഗിന്റെ കേസ് പറഞ്ഞ പോലെ ഡയമീറ്ററിന്റെ ചുറ്റും കറങ്ങുന്നത്. അവിടെ എന്ത് ചെയ്തു നമ്മൾ റിംഗിന്റെ കേസിൽ ഡയമീറ്ററിൽ കറങ്ങുമ്പോൾ നേരെ പകുതിയാക്കി. അതേപോലെ സിമിലർലി ഡിസ്കിന്റെ കേസിൽ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ പകുതി എടുക്കുക. സോ എം ആർ സ്ക്വയർ ബൈ 2ന്റെ പകുതി എന്താ എം ആർ സ്ക്വയർ ബൈ 4. സിമ്പിൾ അല്ലേ? ഇതും പഠിച്ചില്ലേ? അടുത്ത എന്താ നോക്കുക ഹോളോ സിലിണ്ടർ വിത്ത് റേഡിയസ് ആർ. അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്താ സിലിണ്ടർ നിങ്ങൾക്ക് ഷേപ്പ് പറയാം. ഇതാണ് അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഹോളോ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തുള പോലെയാണല്ലേ, ഒരു തുള അല്ലേ. ആ തുളേന്റെ അറ്റം നോക്കിയ റിംഗ് അല്ലേ. സോ റിംഗിന്റെ തന്നെ എം ആർ സ്ക്വയർ. സിമ്പിൾ. അടുത്തെന്താ സോളിഡ് സിലിണ്ടർ വിത്ത് റേഡിയസ് ആർ. അതിന്റെ റൊട്ടേഷൻ മോശം ആണ്. ഇത് സോളിഡ് സിലിണ്ടർ ആണ്. ഇവിടെ ഒക്കെ ഫില്ലാണ്. ഈ ഹോളോ സിലിണ്ടർ ആണ്, സോളിഡ് ആയതുകൊണ്ട് അതിന്റെ ഉള്ളിലൊക്കെ ഫില്ലാണ്. സോ അതിന്റെ എന്താ ഈ ഷേപ്പ് നോക്കിയാൽ ഇവിടെ ഒരു ഡിസ്ക് പോലെ അല്ലല്ലേ. സോ ഡിസ്കിന്റെ കൊടുക്കുക എം ആർ സ്ക്വയർ ബൈ 2. സിമ്പിൾ അല്ലേ? അടുത്തതാണ് നിങ്ങൾ കുറച്ച് നോക്കേണ്ടത് തിൻ റോഡ് വിത്ത് ലെങ്ത് L. തിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു തിൻ റോഡാണ്. അതിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏതാണെന്ന് അറിയാം നിങ്ങൾ. ഇതിന്റെ മിഡിൽ നിന്നും വരുന്ന ഈ പെർപെൻഡിക്കുലർ ആയിട്ട് മിഡിൽ നിന്ന് വരുന്നതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് റോഡെങ്കിൽ ഇതെന്താക്കുന്നത് ഇതിന് ചുറ്റും ഇങ്ങനെ ഷൂ 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 എന്ന് പറഞ്ഞാണ് കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ് എം
എൽ സ്ക്വയർ ആണ്. കാരണം ഇവിടെ ഈ റോഡിന്റെ ലെങ്ത് ആണ് എന്ത് എൽ ml²/12 ആണ്. ഇതാണല്ലോ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരു സാധനം ഉള്ളത്. ml²/12 ഇത് ഡയമെൻഷൻ അല്ല കേട്ടോ, ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് കേട്ടോ. അടുത്തെന്താ സോളിഡ് സ്ഫിയർ വിത്ത് റേഡിയസ് ആർ. അതിന്റെ ഡയമീറ്ററിന് അപേക്ഷിച്ചാണ്, ഇതാണല്ലോ അതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്ഫിയർ എന്താ പറയുക, ഒരു ഗോളം, അതിന് ഉള്ളിൽ എന്താണ് ഫില്ലാണ്. സോ സോളിഡ് സിലിണ്ടർ ഇതിന്റെ റേഡിയസ് എന്താണ് 6 ആണ്. അപ്പോൾ അതിന്റെ ഡയമെൻഷൻ അനുസരിച്ചാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒന്നുമില്ല 2/5 mr². ഇതിൽ നിങ്ങൾ ആകെ ഓർത്ത് വെക്കേണ്ട സാധനം ഇത് രണ്ട് മാത്രം, ml²/12 2/5 mr². ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ലേ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, ന്യൂമറിക്കൽസും വരാറുണ്ട്. സോ എന്താക്കുക, ഇതിങ്ങനെ തന്നെ വൃത്തിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ മാറിപ്പോകത്തേ ഇല്ല. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയി കൂടാ. ലെറ്റ്സ് ഗോ. നമുക്ക് ലെവലൊന്ന് മാറ്റി പിടിച്ചാലടാ. കാൽക്കുലേറ്റ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റോഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. നമുക്ക് റോഡ് തന്നിട്ടുണ്ട്, അതിന്റെ ലെങ്ത് എല്ലാണ്, അതിന്റെ സെന്ററിലൂടെ എന്തുണ്ട് ആക്സിസ് കടന്നു പോകുന്നുണ്ട്, അതിന്റെ എന്താ പറയാ അത് പെർപെൻഡിക്കുലർ ടു ആണ് ഈ റോഡിന്. ആൻഡ് ഈ സൈഡിലുള്ള മാസ് m/3, ഈ സൈഡിലുള്ള മാസ് m/3. നമുക്ക് എന്തറിയാം, ഇവിടെ നിന്നും ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും ഡിസ്റ്റൻസ് l/3യും മാസ് m ആണെങ്കിൽ ആ സൈഡിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചൂടെ ഏത് ഇക്വേഷൻ വെച്ചിട്ട്, I = mr² വെച്ചിട്ട്. അതേപോലെ സിമിലർലി ഇവിടുത്തെ സെന്ററിൽ നിന്നും ഡിസ്റ്റൻസ് l/2 ആൻഡ് മാസ് m/3 ആണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിച്ചൂടെ ഏത് ഇക്വേഷൻ വെച്ച്, mr² ഉപയോഗിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. സോ ആ എൻഡിലെയും കണ്ടുപിടിച്ച് ഈ എൻഡിലെയും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞ് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടുമല്ലോ. ഇത് മാത്രമേടാ നമ്മൾ എന്ത് ചെയ്യണ്ടു ഇവിടെ ചെയ്യണ്ടു. സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ അറ്റ് എൻഡ് 1 എന്താ വരിക, mr². ഇതാണ് എന്ത് ജനറൽ ഫോർമുല മൊമെന്റ് ഓഫ് ഇനേഷ്യ അറ്റ് എൻഡ് 1. സോ എമ്മിന് പകരം ഇവിടെ എന്താ വരുന്നത്, മാസ് വരുന്നത് m/3 ആൻഡ് ഡിസ്റ്റൻസ് ആണല്ലോ ഈ r ഫ്രം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു മാസ്. സോ എന്താ അതിൻ്റെത് l/2ന്റെ എന്തുണ്ട് r²ലുണ്ട്, ഈ സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഇതിനെ എന്ത് ചെയ്യാം, ഇങ്ങനെ മാറ്റിക്കൂടെ, m/3 = m/3 × l-ന്റെ സ്ക്വയർ l², 2ന്റെ സ്ക്വയർ 4. ഇതെന്താവും m/3 × l²/4, 3 × 4 എന്താ 12. സോ നമുക്ക് എന്ത് കിട്ടും, ml²/12 എന്ന് കിട്ടുമല്ലോ. സിമിലർലി 2ൽ എന്ത് വരും, m/3 × എന്താ l/2ന്റെ സ്ക്വയർ തന്നെ സെയിം സാധനം. സോ അതെന്ത് കിട്ടും, ml²/12 എന്ന് കിട്ടും. കാരണം ഇതിന്റെ ഇവിടുന്ന് മുതൽ ഡിസ്റ്റൻസ് l/2 തന്നെ, മാസ് m തന്നെ. സോ I2 mr² ബാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടും. സോ I2 എന്ന് കിട്ടി. നമുക്ക് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ I = എന്താ I1 + I2 അല്ലേ. സോ m/2 ml²/12 ml²/12. സോ എന്ത് കിട്ടും, 2ml²/12 എന്ന് കിട്ടും. കാരണം ഇതെന്താ ml²/12 + ml²/12, 2ml²/12. രണ്ടും 12 വെട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും, 6 കിട്ടും. സോ ml²/6 എന്ന് കിട്ടും. ഇതാണടാ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ. സിമ്പിൾ അല്ലേ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യത്തില്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റിങ്ങിൻ്റെത് കാണണം, അതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസ് ഉള്ളത്, ഡിസ്കിന്റെ കാണണം പെർപെൻഡിക്കുലർ ആക്സിസ് ഉള്ളത്, യൂണിഫോം റോമിന്റെ കാണണം പെർപെൻഡിക്കുലർ ആക്സിസ് ഉള്ളത്. അതിനെന്താ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് അറിയണ്ടേ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു ഡിസ്ക് ഉണ്ട് എന്ന് വെക്കാം, റേഡിയസ് ആറൊക്കെ ഉള്ള ഒരു ഡിസ്ക് ഉണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആക്സിസിലൂടെ കടന്നു പോകുന്നു വെച്ചോ. ഈ ഡിസ്കിനെ ഞാൻ എന്താക്കി, ഇടിച്ച് പൊടിച്ച് എന്താക്കി ഒരു പോയിന്റ് മാസ് ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെയിറ്റ് പോയിന്റ് മാസിന്റെ വെയിറ്റ് എന്താ സെയിം തന്നെ. ഇതിന്റെ മാസ് സ്മോൾ ലെറ്റർ m ആണെങ്കിൽ അതിനെ പോയിന്റ് മാസ് ആക്കിയപ്പോൾ സ്മോൾ ലെറ്റർ m. ഇതിനൊരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടല്ലോ, ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇതിന് സെയിം ആവണമെങ്കിൽ ഇതിന് ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. ഈ ഡിസ്റ്റൻസ് ഏതോ ഒരു ഡിസ്റ്റൻസ് ആകുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ സെയിം ആണല്ലോ, ഈ റൊട്ടേഷൻ കറങ്ങുന്നുണ്ട്. സോ ആ ഡിസ്റ്റൻസിന് കിട്ടുന്ന പേരാണ് എന്താ K അഥവാ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇതിന്റെ മൊമെന്റ് മാസ് നമ്മൾ യൂണിറ്റ് മാസ് ആക്കി അതിനെ നമ്മൾ മാറ്റി, യൂണിറ്റ് മാസ് അല്ല അതിനെ പോയിന്റ് മാസ് ആക്കി അതിനെ മാറ്റി വെച്ച സമയത്ത് അതിന്റെ റേഡിയസ് ഓഫ് അല്ല അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണുന്നതിനുള്ള ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് എന്താ K അഥവാ റേഡിയസ് ഓഫ് ഗൈറേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ എന്ത് വരും, I = മാസ് ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അല്ലേ, mk². അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ എന്ത് വരും, k² എന്ത് കിട്ടും, I ഇവിടെ തന്നെ ഉണ്ടാവും, മൾട്ടിപ്ലൈഡ് ബൈ m ഇവിടത്തേക്ക് പോയാൽ ഡിവൈഡഡ് ബൈ m ആവും. k = എന്ത് കിട്ടും, ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ √I/m എന്ന് കിട്ടും. ഇതാണ് എന്താ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ. സിമ്പിൾ അല്ലേ, മനസ്സിലായില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റിങ്ങിന്റെ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിയാം. റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ mr². ആൻഡ് ഡിസ്കിന്റെ പെർപെൻഡിക്കുലർ ആക്സിസുമായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താ, mr²/2 ആണ്. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ഓർത്ത് വെച്ച് പഠിച്ചതാണ്. ഇവിടെ മറ്റേ ഡയമീറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡെറിവേഷൻ എടുക്കണം, ആ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ എടുക്കണം കേട്ടോ. ഇവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തന്നുകൊണ്ടാണ് mr² എടുത്തത്, ഇവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തന്നുകൊണ്ടാണ് mr²/2 എടുത്തത്. യൂണിഫോം റോഡിന്റെ എന്തായിരുന്നു നമുക്കറിയാം, ml²/12. ഇതൊക്കെ എന്തിന്റെ ഇക്വേഷനാ,
മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യന്റെ ഇക്വേഷൻ നമ്മളോട് എന്താ ചോദിച്ചത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലേ? റേഡിയസ് ഓഫ് ഗൈറേഷൻ k ഈസ് ഈക്വൽ ടു എന്താ? I by m അല്ലേ? സോ റൂട്ട് ഓഫ് ഇതിന്റെ i എത്രയാ? mr² ആൻഡ് അതിന്റെ m എത്രയാ? m ഡിവൈഡഡ് ബൈ m. m വെട്ടിപ്പോയി. സോ റൂട്ട് r² ഈസ് ഈക്വൽ ടു r കിട്ടും. സോ ഇതിന്റെ k തന്നെയാണ് എന്ത്? r. അപ്പോൾ റിങ്ങിന്റെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? സിമിലർലി നമുക്ക് ഇതിന്റെ k കണ്ടുപിടിച്ചൂടെ? k ഈസ് ഈക്വൽ ടു i ബൈ m വരാം mr² ബൈ 2 ആണ്. ആൻഡ് ഇവിടുത്തെ m ഡിവൈഡഡ് ബൈ m ഇവിടുത്തെ തന്നെ ഉണ്ടാവും. ഇതും വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് r² ബൈ 2 എന്ന് കിട്ടും. സോ റൂട്ട് r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r തന്നെ, റൂട്ട് 2 എന്ന് പറഞ്ഞാൽ അല്ല റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 തന്നെ. സോ ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷനും റേഡിയസും തമ്മിലുള്ള ഇക്വേഷൻ കിട്ടിയല്ലോ, k ഈസ് ഈക്വൽ ടു r ബൈ റൂട്ട് 2. സോ ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ കിട്ടി. സിമിലർലി നമുക്ക് യൂണിഫോം റോഡിന്റെ കണ്ടുകൂടെ? എന്താ? k ഈസ് ഈക്വൽ ടു i ബൈ m ആണ്. ഇതിന്റെ i എന്താ? ml² ബൈ എന്താ? 12 ആണ്. ആൻഡ് ഡിവൈഡഡ് ബൈ m ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. m വെട്ടി. സോ l² ബൈ റൂട്ട് ഓഫ് l² ബൈ 12 എന്ന് കിട്ടും. സോ l ബൈ റൂട്ട് 12 എന്ന് കിട്ടും. ഇതിനൊക്കെ മാറ്റി എഴുതാം. ഇങ്ങനെ എന്താക്കാം? റൂട്ട് 12 നമുക്ക് 4 into 3 എന്ന് എഴുതാം. സോ l ബൈ 2 റൂട്ട് 3 എന്ന് എഴുതാം. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ തന്നെ എന്തായി? റിലേഷൻ കിട്ടി. ഇതാണ് എന്ത്? ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷൻ. സോ ഇനിയിപ്പോൾ ഏത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതണമല്ലോ. ഇതിപ്പോൾ നിങ്ങൾ ആകെ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ m എന്തായാലും ഇത് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. അതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഇക്വേഷനിൽ m ഉണ്ടാവില്ല എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതും ചെയ്യുന്ന സിമ്പിൾ അല്ലേ? ഇനി അടുത്ത നോക്കിയേ, അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കോളം 1, ഇത് കോളം 2. ഇത് A എന്ന് പറഞ്ഞ സാധനം, ഇത് B എന്ന് പറഞ്ഞ സാധനം, ഇത് C എന്ന് പറഞ്ഞ സാധനം, ഇത് D എന്ന് പറഞ്ഞ സാധനം, ഇത് 1 എന്ന് പറഞ്ഞ സാധനം, ഇത് 2 എന്ന് പറഞ്ഞത്, ഇത് 3 എന്ന് പറയുന്നത്, ഇത് 4 എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യാം? മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. ആര് ചെയ്യും? നിങ്ങൾ ചെയ്യും. എവിടെ ചെയ്യും? കമന്റ് ബോക്സിൽ ചെയ്യും. ഇതെന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യില്ല. ഇത് ഞാൻ പഠിപ്പിച്ച സാധനം തന്നെയാ. നിങ്ങൾ എന്താക്കുക? കമന്റ് ബോക്സിൽ എന്താക്കുക? ഇതിന് ഉത്തരം കമന്റ് ചെയ്യൂലേ എന്ന് പറഞ്ഞേ. A ഈസ് ഈക്വൽ ടു ഇതാണ് ഇതാ, ബി ഈക്വൽ ടു ഇതാണ് ഇതാ, സി ഈക്വൽ ടു ഇതാണ് ഇതാ, ഡി ഈക്വൽ ടു ഇതാണെന്ന് എഴുതിയിട്ട് എന്താക്കുക? നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ നമുക്കിനി അടുത്ത ലെവലിലേക്ക് പോയി കൂടാ. ലെറ്റ്സ് ഗോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാപ്റ്ററിന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇത് നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്താക്കുക? കമന്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഒരു മടി വിചാരിക്കാൻ കേട്ടോ. സോ ക്വസ്റ്റ്യൻ എന്താ? ഷോ ദാറ്റ് T ഈസ് ഈക്വൽ ടു ടോർക്ക് ഈസ് ഈക്വൽ ടു dl ബൈ dt ഫോർ എ റൊട്ടേഷൻ മോഷൻ. ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണല്ലോ. ഇത് ഡിറൈവ് ചെയ്തെടുക്കാനാണ്. ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ എന്തെങ്കിലും പണിയുണ്ടാ? നിങ്ങൾ ആകെ മൈൻഡ് കൊടുക്കുക. ഈ ഡെറിവേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതണം. അതിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യണം. അതിനുശേഷം ടോർക്കിന്റെ ഇക്വേഷൻ കിട്ടുന്നു. എന്താ മൈൻഡ് കൊടുക്കേണ്ടത്? ഇത് ചെയ്യണമെങ്കിൽ ആദ്യം ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എഴുതണം. അതിന്റെ ഡിഫറൻഷിയേറ്റ് വിത്ത് ടൈമിന് ചെയ്യണം. ആൻഡ് അതിനുശേഷം ടോർക്കിന്റെ ഇക്വേഷൻ കിട്ടുന്നു. ഇത് മാത്രം മതി. അതിൽ കുറച്ച് ഇങ്ങനത്തെ ടേം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെന്താവും? സിമ്പിൾ ആവും. വി നോ ദാറ്റ്. എന്താ ഞാൻ പറഞ്ഞ പോലെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. സിമ്പിൾ. വി നോ ദാറ്റ് L ഈസ് ഈക്വൽ ടു R ക്രോസ് P. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ പറഞ്ഞ പോലെ ഡിഫറൻഷിയേറ്റ് എന്താ വിത്ത് റെസ്പെക്ട് ടു എന്താ ടൈം ഫോർ ബോത്ത് സൈഡ്. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് വിത്ത് ടൈം. സോ dl ബൈ dt ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? d ബൈ dt ഓഫ് R ക്രോസ് P. ഇവിടെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ സാധാരണ ഡിഫറൻഷിയേറ്റ് അല്ല വരുന്നത്. ഇവിടെ രണ്ട് വേരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളത്. രണ്ട് വേരിയബിൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഇതാ d ബൈ dx ഓഫ് f ഓഫ് x ഇൻറ്റു g ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെയായിരുന്നു ഡിഫറൻഷിയേറ്റ് ചെയ്തത്? ആദ്യം ഇതിനെ പുറത്തെടുത്തുകൊണ്ട് g ഓഫ് എക്സിനെ പുറത്തെടുത്തുകൊണ്ട് ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. d ബൈ dx ഓഫ് f ഓഫ് എക്സ് പ്ലസ് ഫസ്റ്റ് ടേമിനെ അവിടെ വെച്ചുകൊണ്ട് രണ്ടാമത്തെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇത്ര മാത്രമേ ഉള്ളൂടാ. ഇതിന് പറയുന്ന പേരാണ് എന്ത്? പ്രൊഡക്റ്റ് റൂൾ. ഇത് g ഓഫ് എക്സ് ഇത് g ഓഫ് എക്സ് ആട്ടോ. ഫസ്റ്റ് ടേമിനെ അവിടെ വെച്ചിട്ട് ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ടേമിനെ അവിടെ വെക്കുന്നു. അടുത്ത ഫസ്റ്റ് ടേമിനെ അവിടെ വെച്ചിട്ട് സെക്കൻഡ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ചെയ്തുകൂടെ? ഫസ്റ്റ് ടേമിനെ അവിടെ വെക്കുക. ആൻഡ് എന്താക്കുക? സെക്കൻഡ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. d ബൈ dt ഓഫ് p പ്ലസ് ആൻഡ് സെക്കൻഡ് ടേമിനെ അവിടെ വെച്ചിട്ട് ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യണ്ടൂ. വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി. മാസിന്റെ വെലോസിറ്റി ആണല്ലോ. മാസിന്റെ വെലോസിറ്റി. മാസ് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡിഫറൻഷിയേഷന്റെ പുറത്തേക്ക് എടുക്കാം. ഡി ബൈ ഡി ടി ഓഫ് എന്ത് കിട്ടും? വി എന്ന് കിട്ടും. ഡി ബൈ ഡി ടി ഓഫ് വി എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താ? ആക്സിലറേഷൻ അല്ലേ? സോ എം എ എന്ന് കിട്ടും. സോ എം എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോഴ്സ്. സോ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഫോഴ്സ്. സോ നമുക്ക് എന്ത് കിട്ടും? ആർ ക്രോസ് എഫ് എന്ന് കിട്ടും. പ്ലസ് ഡി പി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ എന്താ? ഡി ആർ ബൈ ഡി ടി എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ എന്താ?
എളുപ്പമാണ്, വെലോസിറ്റി ആണ്. സോ വി എന്ന് കിട്ടി. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നടാ, മാസിന്റെ വെലോസിറ്റി അല്ലേ, മൊമെന്റത്തിന്റെ മാസിന്റെ വെലോസിറ്റി അല്ലേ. എം വി ക്രോസ് വി എന്ന് സാധനം കിട്ടും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വി ക്രോസ് ബി എന്താ, എ ക്രോസ് ബി എന്താ, എ ബി സൈൻ തീറ്റ. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. സോ സിമിലർലി വെക്ടർ ആർ ക്രോസ് എഫ് പ്ലസ് എം വി വി സൈൻ തീറ്റ എന്ന് കിട്ടുമല്ലോ ഈ ഇക്വേഷൻ. വി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതേ സെയിം വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെയാണല്ലോ. അപ്പൊ രണ്ട് വെക്ടറിന്റെ ഇടയിലുള്ള ആംഗിൾ എത്ര ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആണല്ലോ. സോ ഈ തീറ്റേന്റെ വാല്യൂ സൈൻ തീറ്റ കിട്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എം വി സൈൻ 0 എന്ന് കിട്ടും. സൈൻ 0 എന്താ 0. സോ ഈ ടേം മൊത്തം 0 ആവും. സോ ആർ ക്രോസ് എഫ് എന്ന് കിട്ടും. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ആർ ക്രോസ് എഫ് എന്താ, ടോർക്കിന്റെ ഇക്വേഷൻ അല്ലേ ആർ ക്രോസ് എഫ്. സോ ഈസ് ഈക്വൽ ടു ടോർക്ക് എന്ന് കിട്ടും. സോ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോർക്ക് എന്ന് കിട്ടിയോ, ഹാൻസ് ഡിറൈവ്ഡ്. സിമ്പിൾ അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡെറിവേഷൻ നമ്മൾ ചെയ്തില്ലേ. ആകെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താ, ആദ്യം എല്ലിന്റെ ഇക്വേഷൻ എഴുതുന്നു, അതിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് ടൈം ചെയ്യുന്നു, അതിനുശേഷം എന്താക്കുന്നു, ടോർക്കിന്റെ ഇക്വേഷൻ കിട്ടുന്നു. സിമ്പിൾ, ഇത്ര മാത്രമേ വേണ്ടൂ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ടോർക്ക് 0 ആണെങ്കിൽ, നമുക്ക് എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ടി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോർക്ക് അല്ലേ. സോ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു 0. ഡി എൽ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ചേഞ്ച് അല്ലേ. ചേഞ്ച് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇനീഷ്യലും ഫൈനലും സെയിം ആണെങ്കിൽ അല്ലേ ചേഞ്ച് 0 ആവും. കാരണം എനിക്കിപ്പം 10 കിലോ ഉണ്ട്, എനിക്കൊരു ചേഞ്ച് സംഭവിക്കുന്നില്ല, ഞാൻ കുറച്ച് കാലം കഴിഞ്ഞാലും 10 കിലോ തന്നെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചേഞ്ച് 0. സോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ ഈ സാധനം എൽ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റന്റ് ആയിരിക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലേ ചേഞ്ച് 0 ആവും. സോ ഡി എൽ ബൈ ഡി ടി അല്ല, ഡി എൽ ബൈ ഡി ടി 0. ഇതാണ് എന്താടാ ഒരു ലോ ആയിട്ട് പറയുന്നത്. ഇഫ് the total external torque on a system is 0, the angular momentum is conserved അഥവാ കോൺസ്റ്റന്റ്. ഇതെന്താക്കുക, ഈ ഇക്വേഷനും കൂടി എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി, ആ ക്വസ്റ്റ്യൻ ആൻസറുമായി. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ മോഷൻ ഇൻ വിച്ച് ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ്. ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആയ ഒരു മോഷന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോടാ, പ്ലാനിറ്ററി മോഷൻ എഴുതും. ഇത് മാത്രമേ ഉള്ളൂടാ. ഇത് വളരെ സിമ്പിൾ അല്ലേ. നമുക്ക് എന്താക്കട്ടെ, ഇനി ഒരു കൺസെപ്റ്റൽ ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ. എല്ലാ കൺസെപ്റ്റൽ ക്വസ്റ്റ്യനിലും കാര്യം വരുന്നത് നമ്മളെ കഥാനായകൻ ആരായിരുന്നടാ, നമ്മളെ കുട്ടപ്പൻ എന്താക്കി, ജിമ്മിൽ പോയിട്ട് ജിമ്മിൽ ഇങ്ങനെ കറങ്ങി കളിക്കുന്ന ഒരു സാധനം, അല്ലെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു സാധനം, അടിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുമേൽ കാര്യം എന്ത് നിന്നു, കുറേ നേരം ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞതിന് ശേഷം കുട്ടപ്പൻ ഇങ്ങനെ നിന്നു. ഏതിലായിരിക്കും കുട്ടപ്പന്റെ കറക്കം കൂടുതൽ, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. കറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി അല്ലേ, കറങ്ങുന്നതിന്റെ വെലോസിറ്റി എന്താ, ആംഗുലാർ വെലോസിറ്റി അല്ലേ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ വിച്ച് ഹാസ് മാക്സിമം ആംഗുലാർ വെലോസിറ്റി. ഏതായിരിക്കും ഇതിൽ സ്പീഡ് കറങ്ങാന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യണം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ എന്തെങ്കിലും ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടോ ഐമലി. കാരണം ഐമൽ എക്സ്റ്റേണലി എന്തെങ്കിലും ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ടോ, എക്സ്റ്റേണലി ടോർക്കും ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താ, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൂവ്മെന്റ് ടോർക്ക് ഈസ് ഈക്വൽ ഡി എൽ ബൈ ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് 0 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ബൈ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൂവ്മെന്റ് എൽ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞു. സോ ഇതാണടാ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ബൈ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൂവ്മെന്റ് എന്ന് നിങ്ങൾ എഴുതിയിട്ട് ഇത് എഴുതി വെക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ മൂവ്മെന്റത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, മാസ് ഇൻറ്റു വെലോസിറ്റി. അത് നമുക്കറിയാം. ഇതെന്താക്കുക, ഇത് ട്രാൻസ്ലേഷൻ മോഷൻ അല്ല. ഈ റൊട്ടേഷൻ മോഷന്റെ അകത്ത് ലീനിയർ മൂവ്മെന്റ് എന്തായിരുന്നു, yes very good angular momentum. and mass എന്തായിരുന്നു, yes very good moment of inertia. and velocity എന്തായിരുന്നു, angular velocity. ഇങ്ങനെയാണ് എന്താടാ L is equal to I omega എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇതെന്താക്കുന്നുണ്ട്, ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ലാസ്റ്റ് ഒരു എന്താക്കണം ഒരു കോളാക്കിയിട്ട് ഞാനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇത്ര എളുപ്പമല്ലേ. ഈ L is equal to I omega എന്ന് നമുക്ക് എന്താക്കാം, മനസ്സിലായി. ഈ എല്ല് കോൺസ്റ്റന്റ് ആണല്ലോ, അതിനർത്ഥം ഐ ഒമേഗ കോൺസ്റ്റന്റ് ആണ്. നമ്മളോട് ചോദിച്ചത് എന്താ, ഐ ഒമേഗ കോൺസ്റ്റന്റ് ആണെന്ന് കിട്ടി. കാരണം എല്ല് കോൺസ്റ്റന്റ് ആണ്, എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ ആണ്, ഐ ഒമേഗ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എന്താ ചോദിച്ചത്, ആംഗുലാർ വെലോസിറ്റി മാക്സിമം ആവുന്നത് കേസ്. സോ ഈ കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇത് മാക്സിമം ആവുന്ന കേസാണ് നമുക്ക് എടുത്തത്. ഈ സാധനം ഈസിക്കൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇത് മാക്സിമം ആണെങ്കിൽ ഇത് മിനിമം ആവണ്ടേ, എന്നാലല്ലേ ഇത് കോൺസ്റ്റന്റ് ആവും. സോ ഐ കൂടുമ്പോൾ എന്ത് ചെയ്യണം, ആംഗുലാർ വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആവും, അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കൂടുമ്പോൾ ഐ കുറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആവും. ഇത് നമുക്കറിയാം, പക്ക അല്ലേ. അത് അവിടെ വെക്കുക. സോ നമുക്ക് കിട്ടേണ്ടത് മാക്സിമത്തിലുള്ള എന്താ, വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഐ കുറഞ്ഞേ പറ്റൂ. ഐ കുറഞ്ഞ ഇതിലേതിനാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കുറഞ്ഞത്, അതായിരിക്കും എന്താ മാക്സിമം ആംഗുലാർ വെലോസിറ്റിയിൽ കറങ്ങണത്. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഐ ഈസ് ഈക്വൽ ടു MK/m r² നല്ല നമ്മളെ മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ. സോ മാസ് രണ്ട് കുട്ടപ്പന്മാരെയും സെയിം.
അപ്പോൾ മാസിൽ മാറ്റില്ല. പിന്നെ എന്താ വ്യത്യാസം? അതിന്റെ ആക്സിസിൽ നിന്നുള്ള റേഡിയസ് അഥവാ ആറിലാണ് വ്യത്യാസം സംഭവിക്കുന്നത്. ഇതാണല്ലോ റൊട്ടേറ്റിംഗ് ആക്സിസ്. സോ ഏതിനാണ് ആറ് കൂടുതൽ? ഇങ്ങനെ വെക്കുന്നതിനാണോ ഇങ്ങനെ വെക്കുന്നതിനാണോ? സോ ഇങ്ങനെ വെക്കുന്നതിന് ആറ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഐ കൂടുതലായിരിക്കും. സോ നമുക്ക് കിട്ടേണ്ടതാ ഐ കുറഞ്ഞതിനല്ലേ ആംഗുലാർ വെലോസിറ്റി കൂടുതൽ. സോ ഈ കേസിൽ ഏതിനാ ഐ കുറവ്? ഇതിനാണ് ഐ കുറവ്. സോ ഏതിനായിരിക്കും ആംഗുലാർ വെലോസിറ്റി കൂടുതൽ? യെസ്, ഈ കുട്ടപ്പനായിരിക്കും. ഇങ്ങനെ വെക്കുന്ന കുട്ടപ്പനായിരിക്കും സ്പീഡ് കറങ്ങുക. ഇത്ര മാത്രമേ ഉള്ളൂടാ. ഇത് മനസ്സിലായില്ലേ? ഈക്വേഷൻ ഇങ്ങനെ എഴുതുക, ഐന്റെ കുറഞ്ഞതിനാണ് കൂടുതൽ ആംഗുലാർ വെലോസിറ്റി ഉണ്ട് എന്ന് എഴുതുക. സോ ഈ കേസിൽ ഈ സെക്കൻഡ് കേസിലാണ് ഐ കുറവ്. ദാറ്റ്സ് വൈ അതിന്റെ ആംഗുലാർ വെലോസിറ്റി കൂടുതൽ എന്ന് എഴുതുക. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്ലോസ് ഓർ ഓപ്പൺ ഡോർ ബൈ അപ്ലൈയിങ് ഫോഴ്സ് അറ്റ് ഹിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഡോർ. വാവ്, വാട്ട് എ നൈസ് ഡോർ. ഇത് നമ്മൾ ഡോറാന്ന് വെക്കുക. ഡോർ എന്ന് പറഞ്ഞാൽ വീടിന്റെ ഡോർ, വാതിൽ. ഈ ഹിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുറക്കുന്ന നടക്കുന്ന ഈ ജസ്റ്റ് ഈ സാധനം ഉണ്ടല്ലോ, ഈ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ ഈ തൊട്ട് സാധനം ഉണ്ടല്ലോ, അവിടെയാണ് ഹിഞ്ച് എന്ന് പറയാം. അവിടെ നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാതിൽ തുറക്കുവാനോ അടക്കുവാനോ പറ്റുമോ? ഇല്ല. അതെന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ നമുക്ക് അതിൽ അടക്കാനും തുറക്കാനും വേണ്ടത്? ടോർക്കല്ലേ, റൊട്ടേറ്റിംഗ് ഫോഴ്സ് അല്ലേ വേണ്ടത്. സോ റൊട്ടേറ്റിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? T = R ക്രോസ് F ആണ്. സോ നമ്മളിവിടെ എത്ര ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും അറ്റ് ഹിഞ്ചിൽ എന്താ പ്രത്യേകത? ഇവിടെ ഡിസ്റ്റൻസ് അല്ലേ, ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയി ഹിഞ്ച് തുറക്കുന്ന സാധനം അല്ലേ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് R ഉണ്ടോ അവിടെ? സോ ആ കേസിൽ R 0 ആണ്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് 0 ആണ്. നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും കാര്യമില്ല, അവിടെ റൊട്ടേറ്റിംഗ് ഫോഴ്സ് കിട്ടൂല. കാരണം എന്താ? അവിടെ R 0 ആണ്. സോ ഫോഴ്സ് 0 ആണ്. ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരമായല്ലോ. സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ടോർക്ക് ഓഫ് force F is equal to 4i cap minus 2j cap plus 6k cap acting at the point R is equal to 2i cap plus 3j cap minus 1k cap. ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ടോർക്ക് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താ? R ക്രോസ് F. എപ്പോഴും R ക്രോസ് F ആണ് എടുക്കേണ്ടത്, ഒരിക്കലും F ക്രോസ് R എടുക്കരുത്. ടോർക്ക് ഈസ് ഈക്വൽ ടു R ക്രോസ് F. ഈ സാധനം നമ്മൾ വെക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയായിരുന്നു രണ്ട് വെക്ടറിന്റെ എന്താ എടുക്കുക? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. നമ്മൾ I J K എന്ന് എഴുതും. ആൻഡ് R ക്രോസ് F ആയതുകൊണ്ട് ആറിന്റെ വാല്യൂ ആദ്യം എഴുതും 2 3 -1 ആൻഡ് പിന്നെ എഫിന്റെ വാല്യൂ എഴുതും. എന്താ? 4 -2 6. ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്ന അറിഞ്ഞൂടെ? എങ്ങനെയാ എഴുതുക? ഇതിന്റെ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഇതിനെ കവർ ചെയ്ത് വെക്കാം. സോ 18 ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ലേ വരിക? -1 × -2 2 മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ഐ ക്യാപ്പ് ഇൻറ്റു ജെ ക്യാപ്പ് ഇൻറ്റു ഇതും കവർ ചെയ്ത് കഴിഞ്ഞാൽ 2 × 6 12 മൈനസ് എന്ത് കിട്ടും? -1 × 4 -4 പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു എന്ത് കിട്ടും? ഇതും കവർ ചെയ്യുമ്പോൾ 2 × -2 -4 -3 × 4 12. ഇങ്ങനെ കിട്ടിയില്ലേ? ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് ഈസ് ഈക്വൽ ടു R ക്രോസ് F ആണ്. സോ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 - 2 16 ഐ ക്യാപ്പ് മൈനസ് 14 -4 സോ പ്ലസ് ആവും. സോ -16 ജെ ക്യാപ്പ് പ്ലസ് എന്ത് കിട്ടും? കെ ഇൻറ്റു -14 -12 -4 എന്താവും? -16. സോ -16 ക്യാപ്പ് എന്ന് കിട്ടും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യുമല്ലോടാ. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആൻഡ് ആംഗുലാർ മൊമെന്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആംഗുലാർ മൊമെന്റുമായിട്ട് എന്ത് റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാലും ആദ്യം ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ അല്ല L is equal to R ക്രോസ് P. ഈ R ക്രോസ് P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? R × MV അല്ലേ? ഇനി ഇങ്ങനെ എവിടെയെങ്കിലും V കണ്ടു കഴിഞ്ഞാൽ Vക്ക് എന്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. V is equal to എന്താ? R ഒമേഗ. ഈ ഇക്വേഷൻസ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇക്വേഷൻസ് നിങ്ങൾ എന്താക്കണം? ബൈ ഹാർട്ട് പഠിക്കണം. അത് മനസ്സിലാക്കാനുള്ളത് ഞാൻ ലാസ്റ്റ് കള്ളി കൊടുക്കുന്നുണ്ട്. സോ ഇതെന്താക്കുക? ഇപ്പം നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ലാസ്റ്റ് കളി കണ്ടാൽ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഇക്വേഷൻസ് ഒക്കെ എളുപ്പത്തിൽ ഓർത്ത് വെക്കുക. സോ V is equal to R ഒമേഗ എന്ന് കിട്ടിയില്ലേ? സോ ഇതിനിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് R ക്രോസ് M ഇൻറ്റു എന്ത് കിട്ടും? വിക്ക് പകരം R ഒമേഗ കൊടുത്തു കഴിഞ്ഞാൽ R ഒമേഗ എന്ന് കിട്ടും. സോ എന്ത് കിട്ടും? M × R × R MR² ഒമേഗ എന്ന് കിട്ടും. MR² എന്ന് വെച്ചാൽ എന്തൊരു I is equal to MR² അല്ലേ? സോ ഐന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ പോരെ. അപ്പോൾ L is equal to എന്ത് കിട്ടും? I ഒമേഗ എന്ന് കിട്ടും. ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ കിട്ടിയ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്തെടുത്തോ. ഇതാണ് ഇതിന്റെ ഡെറിവേഷൻ. ഇതൊക്കെ 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചാലായി എളുപ്പത്തിലല്ലേ. ഇവിടെ ഇങ്ങനെ വി നോദായിട്ട് എന്നൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ
വി നോ ദാറ്റ് ഹെൻസ് ഡിറൈവ്ഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വൃത്തിയുള്ള ഒരു ഡെറിവേഷൻ ആണല്ലോ. സിമിലർലി ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഓഫ് എ റൊട്ടേഷൻ മോഷൻ. നമുക്ക് ആകെ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്തറിയാം? ഹാഫ് എം വി സ്ക്വയർ എന്നറിയാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ചെയ്ത പോലെ വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, സെയിം സാധനം. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ആർ ഒമേഗ സ്ക്വയർ. സിമ്പിൾ അല്ലേ? അവിടെ വെക്കുക. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ആർ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ. ഈ എം ആർ സ്ക്വയർ എന്നായിരുന്നു. സിമ്പിൾ. ഇതേ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് തന്നെ അതിലും ഇത് ചെയ്യുക. ആദ്യം ഇവിടെ എന്തിനു കൊടുക്കുക? ആംഗുലാർ മൊമെന്റത്തിന് കൊടുക്കുക. ഇവിടെ കൈനറ്റിക് എനർജി ചോദിച്ചുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി കൊടുക്കുക. സോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ഒമേഗ സ്ക്വയർ. ഇതാണ് കൈനറ്റിക് എനർജിന്റെ റൊട്ടേഷൻ മോഷന്റെ ഇക്വേഷൻ. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്താക്കാം? നമുക്ക് അടുത്തതിലേക്ക് പോവാം. പോയി കൂടറാ. മനസ്സിലായില്ലടാ? സിമ്പിൾ അല്ലടാ? അടുത്തതിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഇതാണ് നമ്മളെ ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക്ക്. ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൊട്ടേഷൻ മോഷൻസ് ടഫായിട്ടേ തോന്നത്തില്ല. ആൻഡ് ഇതിൽ നിന്ന് ഇങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻസ് മാറിപ്പോകത്തുമില്ല, എളുപ്പത്തിൽ ഓർത്ത് വെക്കാനും പറ്റും. സോ നമ്മൾ കമ്പാരിസൺ എന്താ? ട്രാൻസ്ലേഷൻ മോഷനിൽ ഒരുപാട് ടേംസ് ഉണ്ട്. അതെങ്ങനെ റൊട്ടേഷൻ മോഷനിൽ വരുന്നു? സിമ്പിൾ അല്ലേ? നോക്കാം. ഡിസ്പ്ലേസ്മെന്റ്, ട്രാൻസ്ലേഷൻ മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്തായിട്ട് എടുക്കുക? എക്സ് ആയിട്ട് എടുക്കുക. അത് റൊട്ടേഷൻ മോഷനിൽ വരുമ്പോൾ എന്താ വരിക? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് അഥവാ തീറ്റ എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ആൻഡ് ട്രാൻസ്ലേഷൻ മോഷനിൽ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കുക? വി. അതെന്തായിരുന്നു? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലേ? അതേപോലെ അതെന്താവും? ഇവിടെ വരുമ്പോൾ റൊട്ടേഷനിൽ വരുമ്പോൾ ആംഗുലാർ വെലോസിറ്റി ആവും അഥവാ ഒമേഗ. അതെന്ത് കിട്ടും? ചേഞ്ച് ഇൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അല്ലെങ്കിൽ ഒമേഗ ഒക്കെ എന്ത് ഇക്വേഷനും കൂടി ഉണ്ട്? വി ബൈ ആർ എന്ന്. സോ ഇത് രണ്ടും നിങ്ങൾ പഠിക്കുക. അടുത്ത മൂന്നാമത്തെ എന്താ? ആക്സിലറേഷൻ അഥവാ ഇവിടെ എ എന്നെഴുതും. നമ്മൾ എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലേ? അതേ സ്ഥാനത്ത് ഇവിടെ എന്ത് വരും? ആംഗുലാർ ആക്സിലറേഷൻ വരും. ആംഗുലാർ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് എന്താ പറയുക? ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. നമുക്കറിയാം, എളുപ്പമാണ്. അടുത്ത മാസിനെ നമ്മൾ ഇവിടെ എം ആയിട്ട് എടുക്കും. അതേ സ്ഥാനത്ത് റൊട്ടേഷൻ മോഷനിൽ മാസിന്റെ ടൈം എന്താ? മൊമെന്റ് ഓഫ് ഇനേഷ്യ അഥവാ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. ആൻഡ് അടുത്ത ഫോഴ്സിന്റെ ടേം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? എം എ എന്നറിയാം. അപ്പോൾ ഇത് റൊട്ടേഷൻ മോഷനിൽ എന്താ വരിക? ടേം ഫോഴ്സിന്റെ ടേം എന്തായിട്ട് വരിക? ഞാൻ പറഞ്ഞ റൊട്ടേഷൻ ആണല്ലോ. ഫോഴ്സ് എന്താ? ടോർക്കാണ്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ വരുന്നത്? മാസ് അല്ലേ വരുന്നത്? അപ്പോൾ ആംഗുലാർ അല്ല, റൊട്ടേഷൻ മോഷൻ്റെ അകത്ത് മാസിന് പകരം എന്താ വരിക? ഐ. ആൻഡ് ഇവിടെ എന്താ വരുന്നത്? എ അല്ലേ? അതെങ്ങനെയാണ് റൊട്ടേഷൻ മോഷൻ്റെ അകത്ത് വരിക? ആംഗുലാർ ആക്സിലേഷൻ അല്ലേ? സോ ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ആൻഡ് ടോർക്ക് ഈസ് ഈക്വൽ ടു എന്ത്? ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. സോ ഇത് പഠിക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല, എളുപ്പമാണ്. ഇവിടെ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നമുക്ക് ആകെ അറിയുന്ന ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ. അതാണ് ട്രാൻസ്ലേഷൻ മോഷൻ്റെ അകത്ത്. ആൻഡ് അതെങ്ങനെയാണ് റൊട്ടേഷൻ മോഷൻ്റെ അകത്ത് വരിക? ഹാഫ് തന്നെ, അതിൽ മാറ്റില്ല. ഇവിടെ എമ്മിന് പകരം നമ്മൾ എന്തായിരുന്നു എടുക്കുക? റൊട്ടേഷൻ്റെ അകത്ത് ഐ. ആൻഡ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി. സോ അതിന് പകരം നമ്മൾ എന്തെടുക്കണം? ആംഗുലാർ വെലോസിറ്റി എടുക്കണം. സോ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ പഠിക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ? എളുപ്പമല്ലേ? സിമ്പിൾ. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. അടുത്ത ലീനിയർ മൂവ്മെന്റ്. ലീനിയർ മൂവ്മെന്റിന്റെ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എം വി ഇൻ ട്രാൻസ്ലേഷൻ മോഷൻ. സോ ഇവിടെ ആംഗുലാർ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ വരുമ്പോൾ ഐ അല്ലേ? മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ലേ? വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഇവിടെ വരുമ്പോൾ. സോ എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. എളുപ്പമല്ലടാ? സിമ്പിൾ. അടുത്തെന്താ? വർക്ക് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം? ഡി ഡബ്ല്യു. ചേഞ്ച് ഇൻ വർക്ക് ഈസ് ഈക്വൽ ടു എന്താ? എഫ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇവിടെ വരുമ്പോൾ എന്ത് വരും? വർക്കിന്റെ ഇക്വേഷൻ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്ത് വരും? ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൊട്ടേഷനിൽ വരുമ്പോൾ ടോർക്കാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് എന്താ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സിമ്പിൾ അല്ലേടാ? ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ വൃത്തിക്ക് പഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനിക്കിത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് ടൈം ഇല്ലാത്തത് നിങ്ങൾക്കറിയാം. ഞാനിന്ന് പോകും. ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണില്ല. എടാ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതാണെടാ നമ്മളെ നാട്ടിലെ ലാസ്റ്റ് ക്ലാസ്. ഞാൻ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കണമല്ല. ബട്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1.5 മാസത്തെ വെക്കേഷനിലാണ് വന്നത്. സോ ആ 1.5 മാസത്തിൽ ഞാൻ ആദ്യത്തെ ആ അരമാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ എനിക്ക് സുഖയിലുണ്ടായി. ആ അരമാസം അങ്ങനെ പോയി. ബാക്കിയുള്ള 1 മാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ റൂമിൽ തന്നെയാണ്. നിങ്ങൾ നോക്കിയാൽ കാണും, ഞാൻ ഏകദേശം 17 ഫുൾ ലെങ്ത് വീഡിയോയും 13 റീൽസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം പറഞ്ഞാൽ ടോട്ടൽ 30 എന്ന് പറഞ്ഞാൽ 20 സംതിങ് ദിവസം കൊണ്ടാണ് 30 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുക, ഇതിൽ നിന്ന് ക്ലാസ് എടുക്കുക, ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, തമിഴിൽ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെയിലി റുട്ടീൻ ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ എന്താക്കും, നിങ്ങളെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യും. നിങ്ങളെ കമൻറ്റ്സ് അതൊക്കെ കാണാറുണ്ട്, അതൊക്കെ മിസ് ചെയ്യും. ആൻഡ് എൻ്റെ ബോഡി മിസ് ചെയ്യൂടാ, എൻ്റെ പെണ്ണ് മിസ് ചെയ്യൂടാ, ഇതൊക്കെ എന്തായാലും മിസ് ചെയ്യും. ബട്ട് ഇതിലുള്ള ഹാപ്പി ന്യൂസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പ്രതീക്ഷ വെക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാതിരുന്ന കാര്യമാണ്. ബട്ട് ഇപ്പോൾ അത് പറഞ്ഞേ പറ്റൂ. കഴിഞ്ഞ സെമ്മിന് ഞാൻ അവിടെ പോയിരുന്ന സമയത്ത് ഒരു 3-4 ആഴ്ച എടുത്തുവിടാം എനിക്കതൊന്ന് സെറ്റായി വരാം. കാരണം ഞാൻ പറയുന്ന ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്ന ഹിന്ദി എനിക്ക് മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ മനസ്സിലാവാതിരിക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ക്ലാസ് എടുക്കണം തന്നെ ഉണ്ട്. കാരണം കുറച്ച് സ്റ്റുഡൻസ് ഇന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. മൊത്തം
ധൈര്യം സംഭരിച്ചിട്ട് എൻ്റെ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ് പ്ലേ ചെയ്തുകൊണ്ട് ഞാൻ എന്താക്കി ആ ഫോൺ എടുത്തിട്ട് HOD എന്ന് പറഞ്ഞാൽ NIT പ്രൊഫസറാന്ന് ആലോചിക്കണം, HOD ആണെന്ന് ആലോചിക്കണം. HODക്ക് കൊണ്ടുപോയി ഞാനതങ്ങ് കാണിച്ചു കൊടുത്തു. സാർ ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞു, സാർ ഐ ആം ദ ടീച്ചർ ഫ്രം ദ കേരള, ഐ ആം ദ ഓൺലൈൻ ടീച്ചർ ഫ്രം കേരള എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു. സാർ എന്നെ നോക്കി, സാർ എന്നെ വിളിക്കുക റഹ്മാൻ എന്നാ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിബുൽ റഹ്മാൻ എന്നാണല്ലോ എൻ്റെ പേര്. സാർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അരേ റഹ്മാൻ, വെൽ ഡൺ റഹ്മാൻ, കീപ് ഗോയിങ് റഹ്മാൻ. ഞാൻ പറഞ്ഞു, സാർ ഐ വാണ്ട് എ ക്ലാസ് റൂം സാർ, ഐ വാണ്ട് ടു കണ്ടിന്യൂ മൈ ടീച്ചിങ് കരിയർ. അപ്പോൾ സാർ പറഞ്ഞു, യോ ടേക്ക് യു വാട്ട് എവർ യു വാണ്ട്, ഓ നൈസ് ക്ലാസ് സാർ, യു ആർ സോ എനർജറ്റിക്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് സാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. അങ്ങനെ സാറ് പറഞ്ഞു, സാർ HOD റൂമിൽ നീ എടുത്തോ, ക്ലാസ് ഒക്കെ എടുത്തോ, അവിടുത്തെ ബോർഡ് നീ യൂസ് ചെയ്തോ. അങ്ങനെ ഞാൻ എന്താക്കി, എൻ്റെ ട്രൈപോഡൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, ട്രൈപോഡും ക്യാമറ ഒക്കെ വെച്ച് അവിടെ എത്തി നോക്കുമ്പോൾ ലൈറ്റിംഗ് സെറ്റപ്പ് ഒന്നും ഇല്ലടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എഴുതുന്നതൊന്നും സ്ക്രീനിൽ കിട്ടുന്നില്ല, കാരണം അവിടെ തീരെ ലൈറ്റിംഗ് ഇല്ല. ഞാൻ പറഞ്ഞു, സാർ ലൈറ്റിംഗ് സെറ്റപ്പ് ഒന്നും ഇല്ല, എന്ത് ചെയ്യണം, ലൈറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ സാറ് പറഞ്ഞു, ഞാനത് ഡയറക്ടറായിട്ട് സംസാരിച്ച് നോക്കാം ഇവിടുത്തെ ക്ലാസ് റൂമിൻ്റെ ലൈറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കേണ്ട രീതിക്കുള്ള ലൈറ്റിംഗ് ഒക്കെ സെറ്റാക്കാൻ. അപ്പോൾ എന്നോട് ചോദിച്ചു അത് എത്ര പൈസയാണ്. ഞാൻ പറഞ്ഞു, ഭയങ്കര സ്റ്റുഡിയോ സെറ്റപ്പ് ആണെങ്കിൽ 10-30 ആവുമെന്ന് പറഞ്ഞു. സാർ ഓൺലി 30 rupees. ഞാൻ പറഞ്ഞു, സാർ 30 rupees അല്ല, 30,000 രൂപയാവുന്നു. സാർ പറഞ്ഞു, ഓ മൈ ഗോഡ് റഹ്മാൻ, ഐ വിൽ ട്രൈ ടു അറേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിങ്ങ് വന്നത്. സാറ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, കാരണം NIT ആണ്, ഡയറക്ടറാണ്, ഫണ്ടൊക്കെ വരുന്ന സ്ഥലമാണ്. സോ അങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട്, ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഫണ്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, അവിടെ ഒക്കെ പറഞ്ഞിട്ട് ഡയറക്ടറായിട്ട് സെറ്റ് ആയിക്കണെന്നാണ് ഞാൻ ഇപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയ വിവരം. അതൊക്കെ സെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യടാ, അവിടെ ചെന്നിട്ട് ക്ലാസ് എടുക്കും. നമ്മൾ ഇതന്നെ എവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തു, അല്ല എവിടെ നിർത്തുന്നോ അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യും. സോ ഞാൻ 3-4 വീഡിയോസും കൂടി റെക്കോർഡ് ചെയ്ത് വെച്ചത് അപ്ലോഡ് ചെയ്യാനുണ്ട്, അതൊക്കെ അപ്ലോഡ് ചെയ്യും. ആൻഡ് നിങ്ങളെ മിസ് ചെയ്യും. ബട്ട് നിങ്ങൾ എന്താക്കുക, ഞാൻ ഇത്ര എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്, നിങ്ങൾ എന്താക്കുക, ആ എഫേർട്ടിനെ മാനേജ് കൊണ്ട് നിങ്ങൾ പഠിക്കുക. ഞാൻ കൂടുതലൊന്നും പറയണില്ല, നിങ്ങൾ വൃത്തിക്ക് പഠിക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ആകെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്ന കമൻസാണ്. സോ നിങ്ങൾ എന്താക്കുക, നല്ല നല്ല കമൻസ് ഇടുക, അത്രയേ ഉള്ളൂ. വൃത്തിക്ക് പഠിക്കുക. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ പഠിക്കുന്നതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ എഫേർട്ട് ഒന്നും എവിടെയായി പോകത്തില്ല. ട്രസ്റ്റ് ദ പ്രോസസ്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏത് പോയിന്റിൽ സ്റ്റക്കായി നിൽക്കുകയാണോ, നിങ്ങൾക്കിപ്പോൾ പഠിക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല, അതാകുന്നില്ല, ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. നിങ്ങൾക്കൊരു നല്ലൊരു സുഹൃത്തായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനുള്ള എന്നെ കൊണ്ടാവുന്ന കാര്യം ഞാൻ എപ്പോഴും വീഡിയോ പറയുന്നത്, എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ നിങ്ങളെ സഹായിക്കും. ബിക്കോസ് ഐ ആം എ പാഷനേറ്റ് ടീച്ചർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണതും. സോ അത്രയേ ഉള്ളൂ. നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. ടാറ്റാ.